ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കേരളത്തിലെ വിശ്വപ്രസിദ്ധമായ മലയാറ്റൂർ കുരിശുമുടിയുടെ അടിവാരത്താണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ സ്മരിക്കുന്ന ഈ ദിവസം മലയാറ്റൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. കൈകളിൽ മരക്കുരിശേന്തി പൊന്നും കുരിശു മുത്തപ്പോ എന്ന വിളികളുമായി മല കയറുന്ന ഈ ജനസാഗരത്തെ സാക്ഷിയാക്കി നമുക്കിന്ന് മലയാറ്റൂരിലെ ചരിത്രവും വിശേഷങ്ങളും അടുത്തറിയാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1269 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയാണിത്. ദുഃഖവെള്ളി ദിവസം മല കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏകദേശം 3 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ്. കല്ലും മണ്ണും നിറഞ്ഞ ഈ പാതയിലൂടെ പ്രായഭേദമന്യേ ആയിരങ്ങൾ മല കയറുന്നു. തടിയിൽ നിർമ്മിച്ച കുരിശുമായി പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഈ നൊയമ്പ് കാലത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്താറുണ്ട്. പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്നു പാടിയാണ് ഇവർ കുരിശുമലയിലേക്ക് കയറുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് 14 കുരിശിന്റെ വഴികളുണ്ട്. ഓരോയിടത്തും യേശുവിന്റെ പീഡാനുഭവങ്ങൾ പ്രാർത്ഥനയോടെ അനുസ്മരിക്കുന്നു. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങുന്ന ഈ ഭക്തജനങ്ങൾ കാണിച്ചു തരുന്നത് വലിയൊരു വിശ്വാസത്തിന്റെ കരുത്താണ്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി വത്തിക്കാൻ മലയാറ്റൂരിനെ പ്രഖ്യാപിച്ചതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഇന്നിവിടെ എത്തുന്നു.
മലയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ തോമാസ് ലീഹയുമായി ഈ മല നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ സ്ലീഹ 7 പള്ളികൾ സ്ഥാപിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ മലമുകളിൽ എത്തിയത്. അന്ന് ഈ പ്രദേശം കൊടുങ്കാടായിരുന്നു. നാട്ടുകാരിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടപ്പോൾ പ്രാർത്ഥനയ്ക്കായി സ്ലീഹ ഈ മലമുകളിലെ ഏകാന്തത തിരഞ്ഞെടുത്തു. പിന്നെ അവിടെയുള്ള ഒരു പാറയിൽ അദ്ദേഹം കുരിശ് വരയ്ക്കുകയും അവിടെ ദിവസങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നും ആ പാറയും അതിലെ കുരിശും മലയാറ്റൂരിലെ ഏറ്റവും വലിയ വിശുദ്ധിയായി കരുതപ്പെടുന്നു. സച്ചി പിടിച്ചു എത്ര സച്ചി വിളിച്ചതിനാണ്. ഒരു കാലത്ത് കൊടുങ്കാടായിരുന്ന ഇവിടം എങ്ങനെയാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ രൂപത്തിലായത് എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ ഈ മലയുടെ മുകളിൽ വേട്ടയാടാനായി എത്തിയ മലവേടന്മാർ രാത്രിയിൽ പാറയിൽ പ്രകാശം പരക്കുന്നത് കണ്ടു. അതെന്താണെന്ന് മനസ്സിലാകാത്തതിനാൽ അവർ പാറയിൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് കുത്തി നോക്കി. പെട്ടെന്ന് അവിടെ നിന്നും ചോര തെറിച്ചു. കൂടാതെ ഒരു കുരിശും ഉയർന്നു വന്നു. അതുമാത്രവുമല്ല, അതിനടുത്തായി കാൽപ്പാടുകളും ആരോ മുട്ടുകുത്തി നിന്ന അടയാളവും ഉണ്ടായിരുന്നു. ഭയന്നുപോയ അവർ ഓടിപ്പോവുകയും നാട്ടിലെത്തി അവർ തങ്ങൾ കണ്ട കാര്യം എല്ലാവരെയും അറിയിക്കുകയും തുടർന്ന് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു. മലമുകളിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ചില പ്രധാന അടയാളങ്ങളുണ്ട്. മലയുടെ മുകളിൽ പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പേളയാണ് പൊൻകുരിശു കപ്പേള. പഴയ കപ്പേള അഥവാ ആന കുത്തിയ പള്ളിയും ഇവിടെ കാണാം. കാടിനുള്ളിൽ നിർമ്മിച്ച പള്ളിയുടെ കിഴക്കേ ഭിത്തിയിൽ ആന കുത്തിയ പാട് കാണാം. അങ്ങനെയാണിത് ആന കുത്തിയ പള്ളി എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് അതിന് തൊട്ടടുത്തായി ഒരു ചെറിയ കിണർ കാണാം. എത്ര വേനലിലും വറ്റാത്ത അത്ഭുത കിണർ. ദാഹിച്ചു വലഞ്ഞ സ്ലീഹ പാറയിൽ അടിച്ചപ്പോൾ തെളിഞ്ഞു വന്ന നീരുറവ ആണിത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഈ തീർത്ഥം കുടിക്കാതെ മടങ്ങാറില്ല. അത് കഴിഞ്ഞ് തോമാസ് ലീഹ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തിയപ്പോൾ പാറയിൽ പതിഞ്ഞെന്ന് വിശ്വസിക്കപ്പെടുന്ന അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടുത്തെ നേർച്ചകളും ആചാരങ്ങളും നമുക്ക് നോക്കാം. ചൂല് നേർച്ച, ഉപ്പ് നേർച്ച, മുളക് നേർച്ച എന്നിങ്ങനെ വൈവിധ്യമാർന്ന ആചാരങ്ങൾ ഇവിടെ കാണാം. പൊന്നിൻ കുരിശു മുത്തപ്പന് ശരണമെന്ന വിളി ഒരു മന്ത്രം പോലെ മലയാറ്റൂർ വനങ്ങളിൽ മുഴങ്ങുകയാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ വരുന്നത് മുത്തപ്പനോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒന്നര മണിക്കൂർ കഠിനമായി മല കയറി മുകളിലെത്തുമ്പോൾ താഴെ ശാന്തമായി ഒഴുകുന്ന പെരിയാർ നദിയെ നമുക്ക് കാണാം. അതുമാത്രമല്ല, ഇരുവശങ്ങളിലും പച്ചപ്പ് വിരിച്ചതുപോലെ വനനിരകളും.
അതുകൊണ്ടാണ് പ്രകൃതിയും ദൈവവും ഒന്നിക്കുന്ന ഒരിടമെന്ന് മലയാറ്റൂരിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ എല്ലാ അസ്വസ്ഥതകളും മായ്ച്ചു കളയാൻ ഈ തണുത്ത കാറ്റിനും പച്ചപ്പിനും സാധിക്കും. മലയാറ്റൂർ കുരിശുമുടിയുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ശരി രോമാഞ്ചമല്ല. കാര്യം എന്തെന്നറിയാമോ? വരുന്നുണ്ടോ? വരൂല. കാരണം ഇപ്പം നിന്റെ മനസ്സിൽ ദൈവികം